വായടക്കടേ. വായി തോന്നിയതൊക്കെ എന്നോട് വിളിച്ച് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് നിനക്കറിയില്ല. അതെ, ചെയ്യാൻ പാടില്ലാത്തതല്ലാതെ നിങ്ങൾക്ക് വേറെ എന്താ അറിയാം? ഇന്നലത്തെ ഷോക്കിൽ നിന്ന് കരകയറിയോന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ വിളിച്ചത്. ഏയ്, അധികം അഹങ്കരിക്കരുത് നീ. എന്നെ കുറിച്ച് നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? ആരോടാ നീ സംസാരിക്കുന്നതെന്ന് നിനക്കറിയാമോ? അത് എന്നേക്കാൾ കൂടുതലായി വേറെ ആർക്കാ അറിയാവുന്നത്? വെള്ളത്തിൽ ഇറങ്ങുമ്പോ നല്ല തണുപ്പായിരിക്കും, എന്നാൽ ജീവിതമായ വെള്ളത്തിലാണെങ്കിൽ അത്ര വലിയ തണുപ്പൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ എനിക്ക് പാതാളം കാണിച്ചു തന്നു. പിന്നെയും ചവിട്ടിയാ അതിലും താഴേക്ക് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ഇപ്പൊ എന്നെ ചവിട്ടുന്നവരെ ഒരു പേടിയില്ല. എന്റെ നേരെ നിന്ന് കുരച്ചാലുണ്ടല്ലോ, നിന്നെ ഞാൻ താഴേക്കല്ല നേരെ മുകളിലേക്കായിരിക്കും പറഞ്ഞു വിടുന്നത്. തലവിധി എഴുതിയവനെ മാത്രം വിശ്വസിക്കണം. അത് തനിയെ മാറ്റി എഴുതുന്നവരുണ്ടല്ലോ, അവരെ വിശ്വസിക്കില്ല. നിക്ക് നിക്ക് നിക്ക്, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ. ഇപ്പോ നിങ്ങൾക്ക് പ്രായമായി. ഒരുപാട് ടെൻഷൻ ഉണ്ടായാൽ ബിപിയും ഷുഗറും എല്ലാം കൂടും. വേണ്ട ധ്രുവ, എന്റെ അടുത്ത് വെറുതെ കളിക്കാൻ വരരുത് നീ. ഓക്കെ ഓക്കെ, എന്നാ ഞാൻ കാര്യം പറയാം. നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാ ഞാൻ കോൾ ചെയ്തത്. അതെ, അന്ന് വീട്ടിൽ വന്നപ്പോ ചലഞ്ച് ചെയ്തില്ലേ, ഒരിക്കലും എന്റെ ചേട്ടനെ അപകടത്തിലേക്ക് വിടില്ല എന്ന്. ആ വാക്ക് ഞാൻ പാലിച്ചിരിക്കുന്നു. എന്റെ ചേട്ടൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടാ വന്നത്, അത് മനസ്സിലാക്കുക. ഈ ധ്രുവ കൊടുത്ത വാക്കിന് ഒരു മാറ്റവും ഉണ്ടാകില്ല. ഇത് ഇപ്പോഴത്തേക്ക് മാത്രമല്ല, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കും. ബൈ. എടുത്തോളൂ. നിങ്ങൾക്ക് കോഫി ഉണ്ടാക്കാൻ അറിയാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എല്ലാവരും അങ്ങനെ വിചാരിച്ചേ, പക്ഷെ നമ്മുടെ കഴിവൊക്കെ പുറത്തെടുക്കാൻ ഒരു സമയം വരണ്ടേ? ഞാൻ ചോദിച്ചതിനും നിങ്ങൾ പറഞ്ഞതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അറിയില്ല. കോഫി കുടിക്കേ. കോഫി വളരെ നന്നായിട്ടുണ്ട്. താങ്ക്സ്. ഇഷ്ടപ്പെട്ട് ചെയ്ത എന്തും നന്നായിരിക്കും. എനിവേ, താങ്ക് യു. ശരി, ഇനിയെങ്കിലും നമ്മുടെ ജോലി തുടങ്ങിയാലോ? ഇനിയിപ്പോ തുടങ്ങാൻ എന്താ ഉള്ളേ? ഞാൻ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞില്ലേ. നീ ടിഫിൻ കഴിച്ചോ? ടിഫിനോ? അതിനെന്തിനാ ഇത്രയും വായ പൊളിക്കുന്നേ? നീ ടിഫിൻ കഴിച്ചില്ലെങ്കിൽ നിനക്ക് വിശന്ന് കഴിഞ്ഞാൽ നീ അല്ലാതായി മാറുമെന്ന് എനിക്കറിയാം. വേഗം വന്ന് ടിഫിൻ കഴിച്ചില്ലെങ്കിൽ നിനക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് എനിക്കറിയാം. ടിഫിൻ കഴിച്ചില്ല എന്നുള്ളത് സത്യ, പക്ഷെ നിങ്ങൾ ഉണ്ടാക്കുന്ന ടിഫിൻ വേണ്ടപ്പാ. ഡോണ്ട് വറി, ഞാൻ അങ്ങനെ ഒന്നും ടിഫിൻ ഉണ്ടാക്കില്ല. അങ്ങോട്ട് നോക്കി. പിന്നെ ലൈറ്റ് ഓൺ ആയല്ലോ. പിന്നെ ലൈറ്റ് ഓണായി. ഞാനടി നിന്റെ ഭർത്താവ്. പ്രേത കണ്ട പോലെയാണ് ഒച്ച വെക്കുന്നത്. എനിക്ക് വിക്കിയാണ് വന്നതെന്നറിയാൻ പ്രത്യേകിച്ച് വല്ല കഴിവുണ്ടോ? ഹലോ, എക്സ്ക്യൂസ് മീ. ഇങ്ങനെ നിന്നെ വന്ന് തൊടാനുള്ള ധൈര്യം ഈ ലോകത്ത് എനിക്കല്ലാതെ വേറെ ആർക്കുമില്ല. വീടിനകത്താണെങ്കിലും ഇതുപോലെ പേടിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഞാൻ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇരിക്കുന്ന ഇരിപ്പില് ഇങ്ങനെയൊക്കെ വന്ന് ചെയ്താ പിന്നെ പേടിച്ചു പോവില്ലേ? നീ ഇങ്ങനെ പേടിച്ചിരിക്കുന്ന കാണാൻ എന്ത് രസമാണെന്നോ. ബ്യൂട്ടിഫുൾ. താങ്ക്സ്. ഭർത്താവ് കോംപ്ലിമെന്റ് ചെയ്ത സാധാരണ ഭാര്യമാരെ താങ്ക്സ് ആണോ പറയാ? പിന്നെന്താ ചെയ്യണ്ടേ? അത് ഞാൻ റൂമിൽ വന്നിട്ട് പറയാം. വാ പോവാം. എന്തായാലും ഓഫീസിൽ പോവാൻ ലേറ്റായി. മഹാദേവൻ എപ്പോഴും ധ്യാനം പോലെ ഈ വിക്കിക്ക് ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. ചുമ്മാ തരുന്നേ. ഞാനതിന് മോശമായിട്ടൊന്നും പറയുന്നില്ലല്ലോ. ചടങ്ങ് പ്രകാരം നിന്നെ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഭർത്താവാണെന്നുള്ള ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. ഇത്രയായ പിന്നെ എന്താ ഇനി ആലോചിക്കാനുള്ളേ? നീ ഒന്ന് വന്നേയായിരുന്നു. അയ്യോ അയ്യോ, ഇടുതി വന്നു. ഞാൻ നിന്റെ ഭർത്താവാ, അത് ഇടയ്ക്കൊന്ന് ആലോചിക്കേ. ആദ്യനെ മാളിനെയൊക്കെ നീ എന്തിനാ പേടിക്കുന്നേ? ആ വിക്കി എന്റെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാവരും എന്താ ചെയ്യുന്നെന്ന് മനസ്സിലാക്കും.
അടങ്ങിയിരിക്കുന്നുണ്ടോ? ഞാൻ നിന്റെ ഭർത്താവാടി, ഞാൻ എന്തിനാ അടങ്ങിയിരിക്കുന്നേ? ചക്കരെ, ഇന്നത്തെ ഒരു ദിവസം പ്ലീസ് മോളെ. ഓക്കെ ശരി, ഇന്ന് ഒരു ദിവസം വേണമെങ്കിൽ ലേറ്റ് ആയിട്ട് വരാം, ബട്ട് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഓക്കെ അല്ലേ? താങ്ക് യു സോ മച്ച്, യു ആർ ദ ബെസ്റ്റ്. നീ കണ്ടല്ലോ, അവർ നോക്കി പഠിക്കും. ഈ നൂഡിൽസ് കഴിക്കുമല്ലോ അല്ലേ? ഹോട്ട് വാട്ടറും കൂടെ ഇതിൽ മിക്സ് ചെയ്യണ്ടേ? വാ. വേദ, പുക വരുന്നുണ്ട്. Two minutes. വേദാന്ത്, 2 minutes കഴിഞ്ഞു. Yeah. ഇന്നെന്താ ഇത്ര സ്പെഷ്യൽ? എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. എന്റെ അറിവില് ഇന്ന് എന്റെ ബർത്ത്ഡേ ഒന്നും അല്ലല്ലോ. ഞാൻ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. ഇന്ന് നമുക്ക് ഏറ്റവും സ്പെഷ്യൽ ഡേ അമൂല്യ. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു കാര്യം
അല്ല, ഇത്രയും വെളിച്ചമുള്ളപ്പോ ഇവിടെ മാത്രം എങ്ങനെ ഇരുട്ടായത്? വേദാന്ത്, എന്താ ഇതൊക്കെ? അകത്തേക്ക് കയറ്. എന്താ നടക്കുന്നേ വേദാന്ത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വാ പറയാം. ഇരിക്കൂ. ഇല്ല ഇല്ല, നീ ഇല്ലാത്തപ്പോഴും ഞാൻ ആ സീറ്റിൽ ഇരുന്നിട്ടില്ല. എനിക്ക് പറ്റില്ല. എന്റെ മനസ്സിലല്ലേ നീ ഇരിക്കുന്നേ. അതിലും വലിയ സ്ഥലമില്ലല്ലോ നിന്നെ ഇരുത്താനായിട്ട്. വേദാന്ത്, വേദാന്ത്, നിങ്ങൾ വീണ്ടും വേറെ എവിടെയോ പോവാണല്ലോ. എന്താ ഈ നടക്കുന്നതെന്നെങ്കിലും പറ. ഞാൻ നിന്റെ അടുത്ത് താങ്ക്സ് പറയാൻ മൂല്യ. അതാ നടക്കുന്നേ. നൂഡിൽസിന് ചൂടാറും മുമ്പ് കഴിക്ക്. ആ കോഫിയും തണുത്തു പോകും. അപ്പൊ കോഫി ഞാൻ വേറൊന്നും ഉണ്ടാക്കി തരാം. ഇനി ഒരു പ്രാവശ്യം കൂടെ കോഫി ഉണ്ടാക്കി തരുമോ? ടീ ഉണ്ടാക്കി തന്നാ മതിയോ? അയ്യോ വേണ്ട വേണ്ട, ഇത് മതി. വാ ഇരിക്കേ. ഈ ഫ്ലവേഴ്സ്, ബലൂൺസ്, അതും ഹാർട്ട് ബലൂൺസ്. വില്ലുള്ള ഹാർട്ട്. വേറെ സ്ഥലത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ലവ് പ്രപ്പോസലിന് വേണ്ടിയാ. ഇനി അവനെങ്ങാനും പ്രപ്പോസ് ചെയ്യാൻ പോവാണോ? വേണ്ട മൂല്യ, ലവിന്റെ കാര്യത്തിൽ ഇവൻ ഭയങ്കര വീക്കാ. ഓൾറെഡി ഇവൻ കാരണം നിനക്ക് കുറെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇവന്റെ സൈഡിൽ നിന്ന് ഒരു കാരണവശാലും ലവ് പ്രപ്പോസൽ വരില്ല. അതെന്ത് തന്നെയാണെങ്കിലും നീ തന്നെ പറയണം. ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ തലവര. അല്ല, എന്നാലും ഈ വില്ലുള്ള ഹാർട്ട് ഷേപ്പ് ബലൂണ്. അമൂല്യ, നീ വീണ്ടും പഴയ കഥകളൊന്നും ആവർത്തിക്കാൻ നിൽക്കല്ലേ. ആ ഹാർട്ട് ഷേപ്പ് ബലൂണിന്റെ അർത്ഥം ഇവൻ എന്തായാലും അറിയുന്നുണ്ടാവില്ല. ഏതെങ്കിലും ബിസിനസ് ഡീൽ ഓക്കെ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടുണ്ടാവും. ആ സന്തോഷത്തിന് ഇതൊക്കെ ചെയ്യുന്നേന്ന് തോന്നുന്നു. അച്ഛാ, അച്ഛാ, വിക്കിയായിരുന്നോ? അഫ്കോഴ്സ് ഞാനാണ്. വിക്കി എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്ത് ചെയ്യാനാ, എന്റെ തലവിധിയും ജാതകവും സമയവും ഒന്നും ശരിയാവുന്നില്ല. ഇപ്പൊ അങ്ങനെ പറയാൻ എന്താ സംഭവിച്ചേ? ഈ വീട്ടില് എല്ലാവർക്കും പ്രൈവസി ഉണ്ട്, പക്ഷെ നമുക്ക് മാത്രം റൊമാൻസ് ചെയ്യാനായിട്ട് എന്താ പ്രൈവസി ഇല്ലാത്തേ? ഈ രീതിയിൽ ആരുടെങ്കിലും മുറിയിലേക്ക് വന്ന വിക്കിക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ടോപ്പിക്ക് മാറ്റാൻ നിൽക്കണ്ട. ഇതേ പെരുമാറ്റം നമ്മുടെ റൂമിലും കണ്ടിട്ടുണ്ട്. റൂം മൊത്തം CCTV ക്യാമറ വെച്ചിരിക്കുന്ന പോലെയാ നീ കാണിക്കുന്നത്. എല്ലാരും ഒരുപോലെ ആയിരിക്കുന്നില്ല, എന്നാലും നിങ്ങളുടെ അത്രയും കള്ളനും ആയിരിക്കില്ല. ഇതൊന്നും എനിക്ക് കേക്കണ്ട. ചേട്ടൻ റൗഡി കൊച്ചിനോട് ഇന്ന് ലവ് യു എന്ന് പറയാൻ പോവാ. നീ എന്നെ ഇന്നലെ കിച്ചണിൽ പെടുത്തിയപ്പോ ആദ്യം അളിയനും എത്ര ഓപ്പൺ ആയിട്ടാണ് റൊമാൻസ് നടത്തിയത് നീ കണ്ടല്ലേ? വേറെ ആരും എന്ത് ചെയ്താലും ശരി, ഞാൻ ചെയ്താൽ മാത്രം തെറ്റല്ലേ? വിക്കി, നീ വെറുതെ ഉണ്ടല്ലോ. ഇപ്പൊ നീ ഒന്നും പറയാൻ വേണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. വേഗം ഒരു ഉമ്മാന്നേ.
ശരി, അത് വിട്ടേക്ക്, ഞാൻ തന്നെ അങ്ങ് തന്നേക്കാം. ഇത് എന്റെ റൂമാ കേട്ടോ. എന്താ വഴിതെറ്റിപ്പോയതാണോ? നീ എനിക്ക് മരുന്നെടുത്ത് തരാൻ വേണ്ടി വന്നാണെന്നറിയാം. ഞാൻ കഴിച്ചോളാം. ഇവന് വേഗം എന്നെ അപ്പൂപ്പനാക്കി അടങ്ങും. അമൂല്യ, അമൂല്യ, ഒരു സൈഡിൽ നിന്ന് ഇതൊക്കെ കാണുമ്പോ സർപ്രൈസിന്റെ മുകളിൽ സർപ്രൈസ് ആയിട്ട് തോന്നുന്നു. സർപ്രൈസ് അല്ല, ലോകാത്ഭുതം പോലെയുണ്ട്. ഗ്യാപ്പിൽ ഇടയ്ക്കിടയ്ക്ക് അഡ്വർടൈസ്മെന്റ് പോലെ കോഫി സ്നാക്സ് ഒക്കെ തരുന്നുണ്ട്. നിനക്ക് എന്തെങ്കിലും പറ്റിയതാണോ അതോ എനിക്കെന്തെങ്കിലും പറ്റിയതാണോന്ന് എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല. എല്ലാം ഇപ്പൊ മനസ്സിലാവും. കഴിക്കാം അമൂല്യ. വേറെ ആൾക്കാരുണ്ടെങ്കിലും ഇല്ലെങ്കിലും നീ എപ്പോഴും നീയായിട്ട് തന്നെ ഇരിക്കുന്ന അമൂല്യ. നിന്റെ ഈ കുട്ടിക്കളിയൊന്നും എനിക്ക് ഇഷ്ടമായിരുന്നില്ല. പക്ഷെ ഇപ്പോ ഞാൻ എന്താണോ വെറുത്തിരുന്നത് അതൊക്കെ എനിക്ക് ഇഷ്ടാവാൻ തുടങ്ങി. നിന്റെ ചൈൽഡിഷ്നെസ് എനിക്കിപ്പോ കാണാതിരിക്കാൻ വയ്യ. നീ എങ്ങനെയാ എന്നെ വീഴ്ത്തിയത് കഴുതക്കുട്ടി? എന്റെ കഴുതക്കുട്ടി. വേദാന്ത്, ഞാൻ മാത്രമേ കഴിക്കുന്നുള്ളൂ, നീ കഴിക്ക്. ആ, ഇങ്ങനൊരു പൊട്ടി പെണ്ണ്. എന്നാലും എനിക്ക് ഇഷ്ടം നിന്നെ. വേദാന്ത്, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? നീയും കൂടെ കഴിക്ക്. I love you, Amulya. I love you, Amulya. I love you, Amulya. I love you, Amulya. സത്യമാണോ നീ പറയുന്നേ? ഇന്ന് ചേട്ടൻ മുതുകെ പ്രപ്പോസ് ചെയ്യാൻ പോവാണോ? അതെ അതിഥി, ചെയ്യും. എന്നുവെച്ചാ ഐ ലവ് യു എന്ന് പറയോ? എന്താ നീ അമ്മയെ പോലെ ചോദ്യം ചോദിച്ചോണ്ടിരിക്കുന്നെ? പ്രപ്പോസ് ചെയ്യാന്ന് പറഞ്ഞ പിന്നെ അത് തന്നെയല്ലേ? അത് അങ്ങനെ അല്ലേ ചേച്ചി? ചേച്ചി പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് കൺഫേം ചെയ്യാൻ ചോദിച്ചതാ. ഞാൻ അറിഞ്ഞത് വെച്ച് ഇന്ന് ഉറപ്പായിട്ടും പ്രപ്പോസ് ചെയ്യും. ഇവിടുന്ന് എങ്ങനെയാ ഒരുങ്ങിപ്പോയതെന്ന് അറിയോ? വാവ്, സൂപ്പർ. ഈ സീൻ കാണാൻ ഞാനും അവിടെ ഉണ്ടാവണമായിരുന്നു. നീ എങ്ങാനും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ സീൻ പോലും നടക്കില്ല. വിട്ടോ, ക്യൂരിയോസിറ്റി കൊണ്ട് പറഞ്ഞ ചേച്ചി. എന്ത് സന്തോഷമായെന്ന് അറിയാവോ? അമ്മും അവളുടെ സ്നേഹവും പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്ത എല്ലാവർക്കും സന്തോഷാവും. എനിക്ക് തോന്നുന്നത് അവളും അവളുടെ മനസ്സിലുള്ള കാര്യം പറയൂന്ന. ഞാനും അവളോട് അത് തന്നെയാ പറഞ്ഞോണ്ടിരുന്നേ. അമ്മ പറഞ്ഞായിരുന്നു അവൾ സാരി ഉടുത്തോണ്ടാ പോയതെന്ന്. അപ്പൊ ഞാൻ ഗസ് ചെയ്തതുപോലെ തന്നെ നടക്കും അല്ലേ? പാവാടി അവള്. അവളെ എന്തെല്ലാം അനുഭവിച്ചു. ഇപ്പൊ അവൾക്കും വേദാന്ത ചേട്ടനെ ഇഷ്ടം പറയുന്നു തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കും ചിലപ്പോ സാരി എടുത്ത് പോയത്. നല്ല ജോഡി അവര് രണ്ടുപേരും. അവളെ പറ്റി നിനക്ക് അറിയില്ലേ?
ഹലോ ഹലോ ഈ ഡൊണാൾഡ് ഡക്കിന് എന്തു പറ്റി? ഹലോ വിക്കി എന്തേ ചെയ്യുന്നേ? ഞാൻ സംസാരിക്കായിരുന്നു ഫോണില്. അറിയാം, വന്നേ. വിക്കി വിക്കി അയ്യോ വിക്കി എന്തിനാ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? നീ നല്ല മുഹൂർത്തം നോക്കി കുറെ നേരം ഇരിക്കാൻ തുടങ്ങിയിട്ട് പ്രൈവറ്റ് ആയിട്ട് കുറച്ച് ടൈം ഇട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നേ എന്റെ കൊച്ചേ. വിക്കിയുടെ അടുത്ത് എന്ത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ഞാൻ അതിഥിയോട് സംസാരിക്കായിരുന്നു. വിക്കി വിക്കി കുറച്ച് ഓഫീസ് വർക്ക് ഉണ്ട്, വീട്ടിൽ നിന്ന് തന്നെ ചെയ്താൽ മതി, മനസ്സിലായോ? വിക്കി